ആറ്റുകാൽ പൊങ്കാല നഗരി സന്ദർശിക്കവെയാണ് വി.ഡി. സതീശൻ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തന്റെ ആത്മവിശ്വാസം പങ്കുവച്ചത്. ഭരണമാറ്റം അനിവാര്യമാണെന്നും UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. അടുത്ത പൊങ്കാലയ്ക്ക് കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ ഉണ്ടാകുമെന്ന സതീശന്റെ വാക്കുകൾ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. LDF ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. UDFനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് തനിക്ക് മുന്നിലുള്ളതെന്ന് സതീശൻ പറഞ്ഞു. തകർന്നുപോയ പാർട്ടി സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുകയും വിജയം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് തന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. തന്നെ സംബന്ധിച്ച മുഖ്യമന്ത്രി പദവിയിലെ പ്രധാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി ആരാകണമെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും. പാർട്ടിയുടെ വിജയത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി കോൺഗ്രസ് കാത്തിരിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു. നാളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ വെറും 24 മണിക്കൂറിനകം ആദ്യത്തെ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാർട്ടി സജ്ജമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ കാലതാമസം ഉണ്ടാകില്ല. കുറച്ചു ദിവസത്തെ സാവകാശം ലഭിക്കുകയാണെങ്കിൽ 60ഓളം സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കാനുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടി മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ പിഷാരടി ഉണ്ടെന്ന കാര്യം സതീശൻ നിഷേധിച്ചില്ല. അധികാരമില്ലാത്ത കാലത്തും കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം ഉറച്ചുനിന്ന വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് സതീശൻ അനുസ്മരിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹത്തിന്റെ പേര് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. CPM നേതാവ് KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തെ സതീശൻ പരിഹസിച്ചു. മട്ടന്നൂരിൽ തോൽവി ഉറപ്പായതിനാലാണ് ശൈലജയെ മാറ്റുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു.